ഈ ഒരു കാര്യം ഒന്ന് അറിഞ്ഞു വെച്ചു, എപ്പോഴെങ്കിലും പ്രയോജനപ്പെട്ടേക്കാം. ലോൺ എടുത്ത് വീടോ അല്ലെങ്കിൽ കാറോ ഒക്കെ വാങ്ങുന്നവരല്ലേ നമ്മളിൽ ഭൂരിഭാഗവും. സാമ്പത്തിക അച്ചടക്കം നമ്മളിൽ ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഒരു EMI പോലും തെറ്റാതെ ലോൺ അടച്ച് തീർത്ത് സ്വതന്ത്രനാവുകയും ചെയ്യാം. എന്നാൽ നമ്മൾ അങ്ങനെ ചെയ്യാറുണ്ടോ എന്നതാണ് മറ്റൊരു കാര്യം. ഇനി ലോൺ അടച്ചു തീർത്താൽ തീർച്ചയായും ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ചിലർക്കിത് അറിയാമായിരിക്കും, അറിയാത്തവർക്കായാണ് ഇത് പറയുന്നത്. ബാങ്ക് ക്ലോഷർ സ്റ്റേറ്റ്മെൻറ്റ്. ലോൺ അടച്ചു തീർത്താൽ ബാങ്ക് ക്ലോഷർ സർട്ടിഫിക്കറ്റ് വാങ്ങുകയും ബാലൻസ് 0 എന്ന് കാണിക്കുന്നുണ്ടോ എന്നും ചെക്ക് ചെയ്യണം. ഇല്ലെങ്കിൽ മറ്റൊരു സമയത്ത് ലോൺ എടുക്കാൻ അപേക്ഷിക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാകും. NOC. നിങ്ങളുടെ NOC പേപ്പർ ബാങ്കിൽ നിന്ന് വാങ്ങി എന്ന് ഉറപ്പുവരുത്തണം. ലോൺ ക്ലോസ് ചെയ്തു എന്നതിൻ്റെ തെളിവാണ് NOC. സെക്യൂരിറ്റി പേപ്പേഴ്സ്. ലോൺ എടുക്കാനായി എന്തെങ്കിലും സെക്യൂരിറ്റിയായി നൽകിയിട്ടുണ്ടെങ്കിൽ അത് 30 ദിവസത്തിനുള്ളിൽ തന്നെ ബാങ്കിൽ നിന്നും തിരിച്ചു വാങ്ങണം. 30 ദിവസത്തിനുള്ളിൽ കസ്റ്റമർക്ക് അത് കൊടുത്തിരിക്കണം എന്ന് ബാങ്കിന് നിയമമുണ്ട് RBIയുടെ. എന്നാലും അത് ചോദിച്ചു വാങ്ങിയിരിക്കണം. സിബിൽ സ്കോർ. ബാങ്ക് നിങ്ങളുടെ വായ്പാ തിരിച്ചടവ് ചെയ്തത് വെച്ച് സിബിൽ സ്കോർ ആഡ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കണം. പിന്നീടുള്ള ട്രാൻസാക്ഷനുകൾക്ക് ഇത് ഉപകാരപ്പെടും. ഹൈപ്പോത്തിക്കേഷൻ. ലോണിനായി അപേക്ഷിക്കുമ്പോൾ നിങ്ങൾ ഒരു അസറ്റ് ബാങ്കിൽ പണയം വയ്ക്കുന്ന രീതിയാണ് ഹൈപ്പോത്തിക്കേഷൻ. നിങ്ങൾ പണം അടയ്ക്കുന്നത് വരെ കാറോ അല്ലെങ്കിൽ വസ്തുവോ ഈടായി അല്ലെങ്കിൽ സെക്യൂരിറ്റിയായി ബാങ്ക് സൂക്ഷിക്കുന്നു. നിങ്ങളുടെ ലോണിൻ്റെ കാലാവധി തീർന്നാൽ അത് തിരുത്തി വാങ്ങണം. ഇല്ലെങ്കിൽ ആ വസ്തുവിൻ്റെ കൈവശ അവകാശം മാത്രമേ നിങ്ങൾക്കുണ്ടാവുകയുള്ളൂ. സത്യത്തിൽ ബാങ്കിൽ നിന്നും ലോൺ എടുക്കുന്ന ഒരാൾക്ക് വേണ്ടി ലോൺ അടച്ചു തീർത്താൽ ബാങ്കാണ് ഇതെല്ലാം ചെയ്തു തരേണ്ടത്. പുതിയ കാലമല്ലേ, നമ്മൾ തന്നെ ശ്രദ്ധിച്ചാൽ നമുക്ക് കൊള്ളാം. ഇത്രയേ ഉള്ളൂ. സംഗതി ഇപ്പൊ ഈസി അല്ലേ? അതാ പറഞ്ഞത്, ഒരു ഇൻഫർമേഷനും ചെറുതല്ല. ഇറ്റ് ഈസ് വാട്ട് ഇറ്റ് ഈസ്.